ചൊള്ളമ്പേലെ ചെറിയക്കട്ടൻ വർഷങ്ങളായിട്ട് ഉടൂര് എന്തെല്ലാം ഫൈനാൻസ്, പെയിന്റിങ്, അത് കഴിഞ്ഞ് അമേരിക്കയിലെ ജീവിതം ഏതാണ്ടൊക്കെ അരച്ച് കുറിച്ച് പഠിച്ചു അല്ലേ? അതെ 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 അതെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പരുവത്തിലായി. ഇപ്പൊ ഒരു പരുവത്തിലായി. ജീവിതം ഇപ്പം പിന്നെ പള്ളിയിലെ പരിപാടി അല്ലല്ലേ? ഇപ്പൊ നമ്മുടെ പീഡബ്ല്യൂഡി കോൺട്രാക്ടറാണ്. അപ്പൊ തന്നെ ബ്രോയിൽ ഫാമുണ്ട്. ജീവിതം നമ്മൾ ഒത്തിരി പഠിപ്പിച്ചു. ജീവിതം പിന്നെ അതുണ്ടാവുമല്ലോ. ഒരു കണക്കിന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, പഴയ കാലങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? പഴയ അല്ല പിന്നെ പഴയ കാലം ഓർക്കാതിരിക്കാൻ പറ്റുമോ? നല്ല ചീത്ത ഉള്ളൂര് കൊണ്ട് നല്ല പന്തുകളിക്കാരനായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. അത്യാവശ്യം നന്നായിട്ട് വോളിബോൾ കളിക്കായിരുന്നു, എല്ലാം കളിക്കാറുണ്ട്. പരിപാടിയിലുണ്ടോ? ഇപ്പൊ ഇല്ല. ജീവിതാനുഭവങ്ങൾ സമ്മാനിച്ചാട്ടോ. അതായത് നിങ്ങളെപ്പോലെയുള്ള, അതായത് നിങ്ങളൊക്കെ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അത്ര പൊക്കെ അടിക്കാതെ ഭൂസത്തുകൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ ഭൂസത്ത് ഇപ്പൊ ഒക്കെ ഉണ്ടോ? അല്ലേ? എല്ലാം ഉണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വളരെ സന്തോഷം കേട്ടോ. ഞങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ചെറിയക്കൊക്കെ എന്തൊക്കെ നിങ്ങളുടെയൊക്കെ ആശാന്മാരാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് ടൗണിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നതാണ്. അന്നോട്ടുള്ള സ്നേഹമാണ്. നാട്ടിൽ വരുമ്പോഴത്തെ എല്ലാം അതിനെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ കാണാറുണ്ട്. നല്ല ചേച്ചി VRS എടുത്തിരിക്കുകയാണ്. പിള്ളേര് 3 പേരാണ്. മോടെ കല്യാണം കഴിഞ്ഞു, അവർ ഓസ്ട്രേലിയയിലാണ്. രണ്ടാമത്തെ ആൾ BDS കഴിഞ്ഞു, അവനും ഓസ്ട്രേലിയയിലാണ്. അവൻ്റെ കല്യാണം ആയിട്ടുണ്ട്. ഇളയവൻ കാനഡയിലുണ്ട്. അവനവിടുത്തെ PR അപ്ലൈ ചെയ്തിരിക്കണം. അമ്മച്ചി കുഴപ്പമില്ല. അമ്മച്ചി 85 വയസ്സായി, എന്നാലും നല്ല ആരോഗ്യമായിട്ട് നിൽക്കണം. സന്തോഷം കേട്ടോ. ഞങ്ങളെയൊക്കെ പ്രവാസികളെല്ലാം കാണട്ടെ. ഓക്കെ ബൈ.